എടി എബി മോളെ, ഉം, എടി നമ്മുടെ യൂട്യൂബ് ചാനലില്ലേ, ഉം, കയ്യൊപ്പ് വിനോദ് പൂവക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ആ, ആ ചാനല്, നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ട് അതിൽ ആകെ ഒരു 100 പേരേ ആയിട്ടുള്ളൂ. തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസമൊക്കെയായി. ഉം, ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞോ. നമ്മുടെ യൂട്യൂബിനെ രക്ഷപ്പെടണമെങ്കിൽ ആ, എൻ്റെ അനിയല്ലേ, എൻ്റെ അളിയൻ, ആ, ഓനെ വിളിക്കുക. അളിയൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പെർഫെക്റ്റ് ആവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100,000 പേരുള്ള എന്നൊരു യൂട്യൂബ് ചാനൽ കണ്ടില്ലേ, 100 കേക്ക് ചെയ്ത്. ഇതൊരു ഗുണമില്ല. എന്തിനാ അങ്ങനത്തെ ഒരു അളിയൻ? അത്രേ ഉള്ളൂ. അത് ഇജ്ജ് സംസാരിച്ചാൽ മതി. എങ്ങനെ? അല്ല, ഞാൻ ചോദിക്കാം, അളിയനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇപ്പൊ അളിയന്മാരുടെ കാലാണ്. ആഹാ, ആ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? എന്റെ അനിയനെ വിളിച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ റീച്ച് ആക്കാൻ നോക്കണ്ട. അതെന്താ അങ്ങനെ? കാരണം എല്ലാ അളിയന്മാരും ഒരുപോലല്ല. മനസ്സിലായോ? എന്താ എന്റെ അളിയനെ മാത്രം ഇത്ര പ്രത്യേകത എന്താണ്? എന്റെ അനിയനെ ചോറ ഉണ്ണുന്നത് അവനറിയാം. വീടിന്റെ അകത്ത് പറയേണ്ട കാര്യം, വീടിന്റെ പുറത്ത് പറയേണ്ട കാര്യം, എല്ലാ കാര്യം ഇങ്ങനെ പബ്ലിക്കാക്കി പറഞ്ഞിട്ട് എല്ലാരും രക്ഷപ്പെടുത്താവുന്ന അവൻ ഏറ്റിട്ടുണ്ടാവില്ല. അവൻ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഇത് അളിയന്മാരുടെ കാലാന്ന് നിങ്ങൾ അങ്ങോട്ട് ഞാൻ ചോദിച്ചു മാത്രമേ ഉള്ളൂ. ചോദിക്കണ്ടേ? നമ്മളിങ്ങനെ നോക്കില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. നമ്മളെ റീച്ച് ആക്കാൻ റീച്ച് ആക്കിയാൽ മതി. എന്റെ അനിയനെ പിടിച്ചതില് വലിച്ചെടുക്കണ്ട. എന്നാ ശരി, പോയിക്കോ. ആയിക്കോട്ടെ, ഞാൻ പോയിക്കോ. ഇറങ്ങിക്കോ പോയിക്കോ. ഞാൻ പോവാ. നിങ്ങൾ അളിയനെ വിളിച്ച് റീച്ച് ആക്കാൻ പോകും. ഇതിപ്പോ എന്ത് വർത്താനം പറഞ്ഞിട്ടാ? അളിയന്മാരുടെ കാലാണ് ഇപ്പോ. അവനൊന്ന് വന്നിട്ട് ഒരു വർത്താനം പറഞ്ഞ ഇത് 100K ആവും. ഇപ്പൊ 100 സബ്സ്ക്രൈബേഴ്സ് ആയ 100K ആവും, 1,00,000 പേരാവും. നല്ല അളിയന്മാരെ കിട്ടാനും വേണം ഒരു യോഗം. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ യോഗം. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? കഷ്ടം തന്നെ ഇത് മുതലാളി.